السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. اما بعد فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മനുഷ്യരെല്ലാവരും തൻ്റെ ഭൗതിക ജീവിതം നന്നാക്കാനുള്ള ഓട്ടത്തിലും വലിയ പരിശ്രമത്തിലുമാണ്. ഓട്ടത്തിനിടയിൽ പലരും ഓടി രോഗികളായി ജീവിതത്തിൻ്റെ നല്ല അവസരങ്ങളും സമയങ്ങളും തീർന്നു. ആരോഗ്യവും സമയങ്ങളും ധാരാളമായി നഷ്ടപ്പെട്ടു. കാരണം പൊതുവെ മനുഷ്യരെല്ലാവരുടെയും ഒരു ഇഷ്ടമുള്ള ആഗ്രഹമാണ് തൻ്റെ ഈ ലോകത്തെ ജീവിതം എപ്പോഴും നന്നായി നിൽക്കണം, ഐശ്വര്യത്തിലാകണം, സന്തോഷത്തിലാകണം. വിശുദ്ധമായ ഇസ്ലാം മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള ഈ ആഗ്രഹത്തെയും ഇഷ്ടത്തെയും പരിഗണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ, തങ്ങൾ പഠിപ്പിച്ച ദുആകളിൽ ധാരാളമായി ദുന്യവിയായ ജീവിതത്തിൻ്റെ സൗഖ്യത്തിനായുള്ള ദുആകൾ കാണാം. ഇതൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും തെറ്റും മോശവുമല്ല. അങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന വളരെ അർത്ഥപൂർണമായ നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഐശതൻ നഖിയ്യ വമീതതൻ സവിയ്യ വമറദ്ദൻ ഗൈറ മുഖ്സിൻ വലാ ഫാദിഹ്. ചെറിയൊരു ദുആയാണ്. പക്ഷേ അടിമക്കൊരു മുഅ്മിന് ആവശ്യമുള്ള വലിയ നന്മകൾ അല്ലാഹു ചോദിക്കുകയാണ്. ആദ്യമേ തങ്ങൾ ചോദിച്ച അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഐശതൻ നഖിയ്യ, അല്ലാഹുവേ നിന്നോട് ഞാൻ ഒരു വൃത്തിയുള്ള, ഐശ്വര്യമുള്ള, സുന്ദരമായ, സന്തോഷമുള്ള ജീവിതം ചോദിക്കുന്നു. ഒരു മുഅ്മിൻ തൻ്റെ റബ്ബിനോട് ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കൽ ദുആയാണ്. അതൊരു ഇബാദത്താണ്. ചോദിക്കുന്നത് അവൻ്റെ ആവശ്യമാണ്, ദുന്യവിയായ ആവശ്യമാണെങ്കിൽ പോലും അതിനെ ദീൻ ഇബാദത്തായി, അതിനെ ദീനായി, ദുആയായി പരിഗണിക്കുന്നു. ദുന്യവിയായ സൗഖ്യത്തിനായുള്ള അതുപോലുള്ള ധാരാളം ദുആകൾ ഹദീസിൽ വരുന്നുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദുനിയാ അല്ലതി ഫീഹാ മആശി, അല്ലാഹു നീ എൻ്റെ ദുനിയാവിനെ നന്നാക്കി തരണേ, അതിലാണ് എൻ്റെ ജീവിതം, ഞാൻ കഴിഞ്ഞുകൂടുന്നത് ദുനിയാവിലാണ്, അതുകൊണ്ട് ദുനിയാവിനെ നന്നാക്കി തരണേ. തങ്ങൾ ദാരിദ്ര്യത്തിന് കാവൽ ചോദിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ,
അല്ലാഹു നിന്നോട് ഞാൻ കുഫ്റിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കാവൽ ചോദിക്കുന്നു. ഒരു മനുഷ്യന് ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല ദാരിദ്ര്യം. ഖാദൽ ഫഖ്റു അൻ യകൂന കുഫ്റ. ദാരിദ്ര്യം ജീവിതം എടുക്കും, ഇത് മനുഷ്യന് കുഫ്റിലേക്ക് എത്തിക്കും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നബിയായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. എന്ന് മാത്രമല്ല തൻ്റെ കൂട്ടുകാരെ സഹാബാക്കൾ ദുആ ചെയ്യാൻ പറയുമ്പോൾ അവർക്കും വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അനസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരിക്കൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഉമ്മ നബിയോട് വീട്ടിൽ ഒരു സ്ഥലം നമസ്കരിക്കാൻ വേണ്ടി താങ്കളോട് നബിയോട് നമസ്കരിക്കാൻ പറഞ്ഞു. തങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു, നബിയെ അനസിന് വേണ്ടി ദുആ ചെയ്യും. നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ർസുഖ്ഹു മാലൻ വവലദൻ വബാരിക് ലഹു. അല്ലാഹുവേ, അനസിനെ നീ സമ്പത്തും സന്താനങ്ങളും ബറക്കത്തും കൊടുക്കണേ. അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, നബി തങ്ങളുടെ ദുആയുടെ ബറക്കത്ത് ജീവിതത്തിൽ അനുഭവിച്ചു. എൻ്റെ ആയുസ്സിൽ ബറക്കത്ത് ചെയ്തു. 100-ൽ കൂടുതൽ വയസ്സ് ജീവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. മക്കൾ ബറക്കത്ത് ചെയ്തു. അദ്ദേഹം പറയുന്നു, ജീവിതകാലത്ത് തന്നെ 125 മക്കളെ ഞാൻ തന്നെ ദഫൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സമ്പത്തിൽ ബർക്കത്ത് ചെയ്തു. അതുകൊണ്ട് ബാക്കിയുള്ള കൂട്ടുകാർ അദ്ദേഹത്തിൻ്റെ കൂടെ കച്ചവടം ചെയ്യാൻ ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം അദ്ദേഹം ഏത് കച്ചവടം നടത്തിലും ഐശ്വര്യമുള്ളതായിരുന്നു. അപ്പം തങ്ങൾ ദുആ ചെയ്തു, തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്തു, ദുന്യവിയായ സൗഖ്യത്തിനായി. അപ്പോൾ ഒരു മുഅ്മിൻ അള്ളാഹുവിനോട് തൻ്റെ ദുന്യാവിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കൽ അതൊരു മോശമായ കാര്യമില്ല. പക്ഷെ നബി തങ്ങളോട് ചോദിച്ച വാക്ക് വെറും ദുന്യാവല്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈശതൻ നഖിയ്യ. അല്ലാഹുവേ, ഒരു പരിശുദ്ധമായ വൃത്തിയുള്ള സാഫ് സുത്രി വൃത്തിയുള്ള ഭംഗിയുള്ള ഐശ്വര്യമുള്ള ജീവിതം നിന്നോട് ചോദിക്കും. പലപ്പോഴും നമ്മളെല്ലാം തെറ്റിദ്ധരിക്കുന്നത് ജീവിതത്തിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിക്കലാണ്. ശൈത്താൻ്റെ ഒരു വഞ്ചനയാണ്. സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിക്കൽ ജീവിതത്തിൻ്റെ ഐശ്വര്യമല്ല. അബൂദർ റളിയല്ലാഹു തആല നബി തങ്ങൾ ചോദിച്ചു, യാ അബൂദർ അതറ അന്ന കസ്റത്തൽ മാലി ഹുവൽ ഗിന അതറ അന്ന ഖില്ലത്തൽ മാലി ഹുവൽ ഫഖർ. അബൂദറേ, അധികമായ സമ്പത്തിനെ അതാണോ നീ സമ്പന്നതയായി കാണുന്നത്? കുറഞ്ഞ സമ്പത്തിനെ അതിനെ നീ ദാരിദ്ര്യമായും കാണുന്നു? അതേ എന്ന് സഹാബി പറഞ്ഞല്ല, അങ്ങനെയല്ല. സമ്പന്നത എന്ന് പറഞ്ഞാൽ, ജീവിത ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വസ്തുക്കളും പണവും മറ്റും അതിലും പെരുപ്പമുണ്ടാകലോ വർദ്ധിക്കലുമല്ല. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നിത്യമായി അല്ലാഹുവിന്റെ കാവൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടതായി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗിനൻ യുതീഗുനി. അല്ലാഹു എന്നെ വഴികേടിലാക്കുന്ന സമ്പത്ത് നിന്നോട് കാവൽ ചോദിക്കുന്നു. അതൊരു മുഅ്മിൻ വെറുതെ സമ്പത്തിന്റെ വർധനവിനെയല്ല അല്ലാഹു ചോദിക്കുക. ഖലീലുൻ തഷ്കുറുഹു ഖൈറുൻ മിൻ കസീരിൻ ലാ തുതീഖു. അള്ളാഹു നൽകിയ കുറഞ്ഞ അളവിൽ ശുക്ർ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഒരു മുഅ്മിന് ഖൈറായത്. അധികമായി ലഭിക്കുകയും അള്ളാഹുവിന്റെ ശുക്രിനെ പൂർത്തീകരിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ. ഹദീസിൽ വരുന്നുണ്ട്, ചില അടിമകൾക്ക് അള്ളാഹു തആല സമ്പത്ത് കൊടുക്കുകയില്ല. അവൻ എത്ര ദുആ ചെയ്താലും അധികം കൊടുക്കുകയില്ല. കാരണം അള്ളാഹുവിനറിയാം, അവന് വർദ്ധനവ് കൊടുത്താൽ അവൻ എന്നെ മറന്നുപോകും. അള്ളാഹുവിന്റെ ഹിക്മത്തിൽ അള്ളാഹുവാണ് അറിയുന്നത് എന്താണ് ഒരു അടിമക്ക് ഖൈർ എന്ന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വർദ്ധനവിനെ അല്ല ഒരു അടിമ ചോദിക്കേണ്ടത്. എന്ന ആയത്തിലെ തഫ്സീറിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മനുഷ്യൻ അദ്ദേഹത്തിന് നബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞു, സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി. മൂസാ അലൈഹി സ്വലാം അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം നിർബന്ധിച്ച് ദുആ ചെയ്തു. നബിയുടെ ദുആയാണ്. ദുആ കബൂലായി. അള്ളാഹു സമ്പത്തിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ മൂസാ അലൈഹി സ്വലാം യാത്രക്കിടയിൽ ഒരു ജനക്കൂട്ടം കണ്ടപ്പോൾ അന്വേഷിച്ചു. പറഞ്ഞൊരു മനുഷ്യൻ മദ്യപിച്ചു, മദ്യത്തിന്റെ ലഹരിയിൽ ഒരാളെ കൊല ചെയ്തു. ആ മനുഷ്യനെ തൂക്കിലേക്കാൻ പോവുകയാണ്. മൂസാ അലൈഹി സ്വലാം ചെന്ന് നോക്കുമ്പോൾ ഏതൊരു മനുഷ്യന് വേണ്ടിയാണോ ദുആ ചെയ്തത്, ആ ദുആയുടെ സമ്പത്തിനെ വർദ്ധിപ്പിച്ചത്, ആ മനുഷ്യനാണ് ഈ പാപത്തിൽ അകപ്പെട്ടത്.
ഖൈർ അറിയുന്നവൻ അല്ലാഹുവാണ്. ഒരു മുഅ്മിൻ വർദ്ധനവിനെ അല്ല അല്ലാഹുവിനോട് ചോദിക്കേണ്ടതും ആഗ്രഹിക്കുന്നത്, മറിച്ച് നബി തങ്ങൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഐശതൻ നഖിയ്യ, പരിശുദ്ധമായ ജീവിതം. കാരണം ചിലപ്പോൾ വർദ്ധനവ് മനുഷ്യനെ അല്ലാഹുവിനെ മറപ്പിക്കാൻ കാരണമാകും. സഅലബ മദീനക്കാരനായ വ്യക്തിയായിരുന്നു. നബിയോട് ഒന്ന് പറഞ്ഞു, നബി എനിക്ക് സമ്പത്ത് വർദ്ധിക്കാൻ ദുആ ചെയ്യണം. നിങ്ങൾ പറഞ്ഞു വേണ്ട, ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറുൻ ലക്. സഅലബ, നിനക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിൽ ശുക്ർ പൂർത്തി ചെയ്യണമെങ്കിൽ അതാണ് ഖൈർ, കൂടുതൽ ലഭിക്കുന്നതിനേക്കാൾ. നിർബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. സഅലബയുടെ സമ്പത്ത് വർദ്ധിച്ചു, മദീനയിലെ സമ്പന്നന്മാരിൽപ്പെട്ടു. പിന്നെ സഅലബ ജമാഅത്ത് നമസ്കാരത്തിന് വരാത്ത അവസ്ഥയായി, ജുമാക്ക് വരാത്ത അവസ്ഥയായി, പിന്നെ സകാത്ത് കൊടുക്കാത്ത അവസ്ഥയായി. ഈ അവസ്ഥയിലേക്ക് അദ്ദേഹം ചോദിച്ച് വാങ്ങിച്ചതാണ്, വർദ്ധനവിനെ ചോദിച്ചു. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ജീവിതത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ വർദ്ധിക്കലല്ല. അല്ലാഹു തആല ചിലപ്പോൾ കുറഞ്ഞ വസ്തുവിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും, സന്തോഷം നൽകും. ചിലപ്പോൾ നമുക്ക് നാട്ടിൽ പലരുടെയും വീടിന്റെ വലിപ്പവും വാഹനത്തിന്റെ സൗകര്യവും സമ്പത്തിന്റെ വലിപ്പവും കാണുമ്പോൾ അതൊരു ഐശ്വര്യ ജീവിതമാണെന്ന് തോന്നിയേക്കാം. ഒരാളുടെയും ബാഹ്യമായ അവസ്ഥ അവന് ജീവിതത്തെ ഐശ്വര്യപ്പെടുത്തുകയില്ല. മൗലാന തഖി ഉസ്മാനി അദ്ദേഹത്തിന്റെ കിതാബിൽ സംഭവം, ഹിദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഹിദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനുഷ്യൻ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറഞ്ഞു, തനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. എന്താണ് ദുആ ചെയ്യേണ്ടത്? എനിക്ക് ദുന്യവിയായ സൗകര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ഹിദർ അലൈഹിസ്സലാം പറഞ്ഞു, നീ പറയും ആരെപ്പോലെയാകാൻ നിനക്ക് ദുആ ചെയ്യണം. അദ്ദേഹം തൻ്റെ നാട്ടിൽ അന്വേഷിച്ചു. ഒരു രത്ന വ്യാപാരി, നല്ല സുഖത്തിലും വലിയ കൊട്ടാരത്തിലും സൗകര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ വന്നു ഹിദർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇന്ന മനുഷ്യനെ പോലെ എൻ്റെ ജീവിതമാകാൻ, എനിക്ക് സൗകര്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഹിദർ അലൈഹിസ്സലാം പറഞ്ഞു, നീ അദ്ദേഹത്തിന് പോയി ഒന്ന് ചോദിച്ചിട്ട് വാ, എന്നിട്ട് ദുആ ചെയ്യാം. ആ മനുഷ്യൻ ചെന്ന് ചോദിച്ചു, എനിക്കൊരു അവസരം ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ജീവിതം പോലെ എൻ്റെ ജീവിതമാകാൻ വേണ്ടി ഹിദർ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യാൻ പറയാൻ പോവുകയാണ്. എന്താ നിങ്ങളുടെ അവസ്ഥ? മനുഷ്യ, എന്റെ ബാഹ്യമായ അവസ്ഥകളിൽ നീ വഞ്ചിക്കപ്പെട്ടു പോകണ്ട. ഞാൻ വലിയ ഹമ്മിലും പ്രശ്നത്തിലുമാണ്. ഒരിക്കലും നീ എന്നെ പോയാലും ദുആ ചെയ്യും. ജീവിതം ഐശ്വര്യമാവുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബാഹ്യമായ അവസ്ഥയില്ല, അവന്റെ മനസ്സും ബാഹ്യമായ അവസ്ഥയും അല്ലാഹു നന്നാക്കണം. അതുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അല്ലാഹു പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഐശതൻ നഖിയ്യ. അല്ലാഹുവേ, ഒരു വൃത്തിയുള്ള, ഒരു ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, ഐശ്വര്യമുള്ള ജീവിതം ദുനിയാവിൽ തരണേ. അതെപ്പോഴാണ് ലഭിക്കുക? അതിനാദ്യത്തെ മാനദണ്ഡം ജീവിതത്തിൽ തഖ്വയാണ്. ഒരു അടിമയുടെ ജീവിതത്തിൽ തഖ്വ വന്നാൽ അല്ലാഹു തആല ജീവിതത്തെ ഭംഗിയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹു തആല ഓടി അലഞ്ഞ് ജീവിക്കേണ്ട അവസ്ഥയില്ലാതെ അവന്റെ ജീവിത ആവശ്യങ്ങൾ അല്ലാഹു തആല എളുപ്പത്തിൽ പൂർത്തീകരിക്കപ്പെടും. ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു തആല നബി തങ്ങൾ, നബി, എൻ്റെ മകനെ ശത്രുക്കൾ തടവിൽ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്, എൻ്റെ ജീവിതം വലിയ പ്രയാസത്തിലും ദുരിതത്തിലുമാണ്. നബി തങ്ങൾ ഫത്തഖില്ലാഹ വസ്ബിർ വഖ്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി തങ്ങൾ ആദ്യം പറഞ്ഞു, നീ അല്ലാഹുവിനെ തഖ്വ ചെയ്യ്, നിന്റെ മകനോട് മുത്തഖിയായി തഖ്വയോട് ജീവിക്കാൻ പറയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വചനത്തെ അധികമായി ചൊല്ലാനും പറയും. വെറും ദുആ കൊണ്ട് ഒരിക്കലും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല, ജീവിത തഖ്വയും ഉണ്ടാകണം. നിങ്ങൾ ആദ്യം മുത്തഖിയാകും, തഖ്വയോട് ജീവിക്കും. ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു തആല മകൻ തടവിൽ കഴിഞ്ഞുകൂടുമ്പോൾ കാര്യം അറിയിച്ചു. ഒരു ദിവസം പ്രതീക്ഷമായ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ബന്ധിച്ച ചെങ്ങലകൾ പൊട്ടി അദ്ദേഹം രക്ഷപ്പെട്ടു. വരുന്ന കൂട്ടത്തിൽ ശത്രുക്കളുടെ ആട്ടിൻ കൂട്ടങ്ങളെ നയിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിൽ വന്നു. വാതിൽക്കൽ മുട്ടി. ഉമ്മ ചോദിച്ചു, ആരാണ്? മകൻ അല്ലാഹു തആല ഒരു പ്രയാസവും ഇല്ലാതെ രക്ഷപ്പെടുത്തുകയും വലിയൊരു സമ്പത്തിൽ ഓഹരി നൽകുകയും ചെയ്തു. ഈ സംഭവത്തെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങി. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ഭയപ്പെട്ട് ജീവിച്ചാൽ ജീവിതമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭൗതികമായ ദുനിയാവിലെ ജീവിതം
ഹാലാത്തിന്റെ സ്ഥലമാണ്. പക്ഷെ ആ ഹാലാത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മഖ്റജ്, ഒരു എക്സിറ്റ്, ഒരു പുറത്തേക്കുള്ള വഴി അല്ലാഹ് കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഊഹിക്കാത്ത വഴിയിലൂടെ അല്ലാഹു റിസ്കിനെ കൊടുക്കുകയും ചെയ്യും. ദാവൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. ബൈത്തുൽ മാൽ എന്ന വരുമാനത്തിൽ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഖുസൂസിയത്ത്, പ്രത്യേകതയായിരുന്നു, അദ്ദേഹം ജനങ്ങളുടെ പോയി ചോദിക്കുമായിരുന്നു, ദാവൂദിൻ്റെ ഭരണം എങ്ങനെയാണ്, ദാവൂദിൻ്റെ ഭരണം എങ്ങനെയാണ്, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി. ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വന്നു, കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു. ആ മലക്ക് പറഞ്ഞു, ഒരു ന്യൂനതയുണ്ട് ദാവൂദിൻ്റെ ഭരണത്തിൽ അലൈഹിസ്സലാം. അദ്ദേഹം കഴിക്കുന്നത് ബൈത്തുൽ മാൽ, പൊതുജനങ്ങളുടെ സമ്പത്തിൽ നിന്നാണ്. അത് ഒരു കുറവല്ല, ന്യൂനതയില്ല. അദ്ദേഹത്തിന്റെ സമയം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, ഭരണാധികാരിയാണ്. പക്ഷെ അത് അദ്ദേഹത്തെ ചിന്താകുലനാക്കി. അദ്ദേഹം കരഞ്ഞു 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 അല്ലാഹുവിന്റെ മുന്നിൽ. ഉലമാക്കൾ ഈ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കരച്ചിൽ കാരണമായി അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തൊരു നിഅമത്താണ്, വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ അള്ളാഹു വഴക്കി കൊടുത്തു. സ്വന്തം കൈകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി അതിനെ വരുമാന മാർഗമാക്കി അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. തഖ്വ ജീവിതത്തിൽ വന്നാൽ, അള്ളാഹുവിനെ ഭയപ്പെടാൻ തുടങ്ങിയാൽ, അവൻ ഊഹിക്കാൻ പറ്റാത്ത വഴിയിൽ അവന്റെ ജീവിത യുവാങ്ങൾ അള്ളാഹു നൽകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അവർക്ക് ലഭിക്കുന്ന നിഅമത്താണ് ഈശത്തൻ നഖിയ്യ, പരിശുദ്ധമായ ജീവിതം, സാഫ് സുത്രി ജിന്ദഗി, വൃത്തിയുള്ള ജീവിതം, അലട്ടിലില്ലാത്ത ജീവിതം. എപ്പോൾ ജീവിതത്തിൽ തഖ്വ നഷ്ടപ്പെടുന്നോ, പാപങ്ങൾ തിന്മകൾ നിറയുന്നു, ഹദീസിൽ വിടുന്നുണ്ട്, അള്ളാഹു തീരുമാനിച്ച റിസ്ക് അവനിലേക്ക് എത്താൻ താമസം വരും. അതുകൊണ്ടാണ് ഒരു സഹാബി വന്ന് നബിതങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഇഹ്യയിൽ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സഹാബി വന്ന് പറഞ്ഞു, തവല്ലത അന്നി അദ്ദുനിയ, നബിയെ ദുനിയാവ് ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരുന്നേയില്ല. തവല്ലത അന്നി അദ്ദുനിയ, ദുനിയാവിലേക്ക് ഞാൻ എത്ര എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതെല്ലാം കച്ചവടം ചെയ്താലും ദുനിയാവ് വരുന്നില്ല, അത് പുറകിലേക്ക് പോവുകയാണ്. ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വിഷമിക്കേണ്ടതില്ല. നീ എന്താണ് മലക്കുകളുടെ തസ്ബീഹ് അതിനെ പതിവാക്കാത്തത്? സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്റിനെ നീ സുബഹിന്റെ സമയം, ഫജ്ർ സാദിഖിന്റെ സമയം 100 പ്രാവശ്യം ദിവസേന ചെല്ലണം. ഇത് മലായികത്തിന്റെ തസ്ബീഹാണ്. അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തിഗ്ഫാർ തടയപ്പെട്ട അനുഗ്രഹങ്ങളെ വേഗത്തിലാക്കാൻ കാരണമാകും. സഹാബി പറയുന്നു, നബിയിൽ നിന്ന് കേട്ട അമൽ ഞാൻ പതിവാക്കി. അള്ളാഹുവിന്റെ ദുനിയാവിൽ വർധനവ് ചെയ്തു, ബർക്കത്ത് ചെയ്തു. എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത നിലയിൽ എൻ്റെ ദുനിയാവിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു. പാപങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ തടയുന്നത്. ജീവിതത്തിൽ തഖ്വ വന്നാൽ, തഖ്വയുടെ ആദ്യത്തെ ഓഫറാണ് ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കും. അൽ ബർക്കത്തു ജുന്ദും മിൻ ജുനൂദില്ലാഹ്. ഐശ്വര്യം, ബർക്കത്ത് അള്ളാഹുവിന്റെ ഒരു സൈന്യമാണ്. അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മുത്തഖികൾ നൽകുന്ന അനുഗ്രഹമാണ്. അൽ ബർക്കത്തു തുക്സിറുൽ കലീം. ഒരാൾക്ക് ബർക്കത്ത് ലഭിച്ചാൽ കുറച്ചേ ഉള്ളൂവെങ്കിലും അതിനെ വർദ്ധിപ്പിക്കും. ജീവിതത്തിൽ ഐശ്വര്യം അള്ളാഹു നൽകേണ്ടതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് റബ്ബർ ബാൻഡ് പോലെയാണ്, അത് വലിച്ചാൽ അത് വലിയും. അള്ളാഹു തആല ചിലരുടെ ജീവിതത്തെ ചെറിയ സൗകര്യങ്ങൾ കൊണ്ട് വിശാലമാക്കും. അള്ളാഹു 2 ഇസ്മുകളാണ്, അൽ ഖാബിൽ അൽ ബാസിത്ത്, എടുക്കുന്നവനും വിശാലമാക്കുന്നവനും. വലാ ഖാബില ലിമാ ബസത്ത വലാ ബാസിത ലിമാ ഖബലത. അള്ളാഹു ഇടുക്കമാക്കിയാൽ ആർക്കും വിശാലമാക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു വിശാലമാക്കിയാൽ ആർക്കും ഇടുക്കമാക്കാൻ സാധിക്കുകയില്ല. ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ചില സഹാബാക്കൾ പറഞ്ഞു, നബിയെ, വസ്തുക്കൾക്കെല്ലാം വില വർദ്ധിച്ചു, അതുകൊണ്ട് കച്ചവടത്തിൽ അതിന്റെ വില കുറയ്ക്കാൻ കൽപ്പിക്കണം. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവാണ്, ഇന്നല്ലാഹു ഹുവൽ മുസഅ്ഇറു അൽ ഖാബിദു അൽ ബാസിതു റാസി. ജീവിതത്തിന്റെ വസ്തുക്കളെ അതിനെ ഇടുക്കമാക്കുന്നത്, വിശാലമാക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ചില സൗകര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല നല്ല സൗകര്യമുള്ള ഐശ്വര്യമുള്ള ജീവിതം നൽകും. അതുകൊണ്ട് ജീവിതത്തിൽ ഈശത്തൻ നഖിയ്യ, നബി തങ്ങൾ ചോദിച്ച ആദ്യത്തെ കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈശത്തൻ നഖിയ്യ. അല്ലാഹു, നിന്നോട് ഞാൻ ഐശ്വര്യമുള്ള ജീവിതം ചോദിക്കും, വൃത്തിയുള്ള ജീവിതം ചോദിക്കും. നബി തങ്ങൾ അത് മാത്രമല്ല, ഉടനെ പിന്നെ അടുത്ത് ചോദിച്ചു, വമീതതൻ സവിയ്യ. അല്ലാഹു, നിന്നോട് ഞാൻ നല്ല മരണം ചോദിക്കുന്നു, ആനന്ദകരമായ മരണം,
സന്തോഷകരമായ മരണം, തൃപ്തികരമായ മരണം. ജീവിതം മാത്രം നന്നായാൽ പോരാ. ഒരു മുഅ്മിന്റെ മുന്നിൽ അവൻ്റെ ലക്ഷ്യം ജീവിതം മാത്രം നന്നാക്കലല്ല. ഒരു ബുദ്ധിമാൻ അവൻ്റെ ജീവിതം നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന മരണം നന്നാക്കാനായി. മരണമാണ് നന്നാകേണ്ടത്. അതിനാണ് ജീവിതം തന്നെ. ജീവിതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മരണം നന്നാക്കല, ജീവിതം നന്നാക്കലല്ല. മരണം നന്നായാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ട് തങ്ങളുടെ നിത്യമായ ദുആകൾ കാണും. ഞങ്ങൾ നിത്യമായി മരണം നന്നാകാൻ ദുആ ചെയ്യുമായിരുന്നു. ഹദീസിൽ വരുന്ന ഒരാൾ നിത്യമായ ഒരു ദിവസം അല്ലാഹു ബാരിക് ലി ഫിൽ മൗത്ത് വഫീമാ ബഅദൽ മൗത്ത്, അല്ലാഹു നീ എൻ്റെ മരണത്തിൽ ബർക്കത്ത് ചെയ്യണേ, മരണാനന്തര ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ എന്നൊരാൾ ഒരു ദിവസം 25 പ്രാവശ്യം ദുആ ചെയ്താൽ അല്ലാഹു തആല അവൻ വിരിപ്പിൽ കിടന്ന് വീട്ടിൽ മരിച്ചാലും ഷഹീദിന്റെ പ്രതിഫലം നൽകും. ഇത് ഞങ്ങൾ പഠിപ്പിക്കാൻ ദിവസേന ഞാൻ ദുആ ചെയ്യുന്ന കാര്യമാണ് മരണം നന്നാകാൻ വേണ്ടി. ഇത് ഞങ്ങൾ ധാരാളം ദുആകൾ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്വാൻ ഇൻദൽ മൗത്ത്, അല്ലാഹു മരണസമയത്ത് ശൈത്താൻ എൻ്റെ മേൽ ആധിപത്യം ചെലുത്തുന്നെന്നും ഞാൻ ശൈത്താൻ കീഴ്പ്പെട്ടു പോകുന്നതിന് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അലാ ഗമറാത്തിൽ മൗത്ത്, അല്ലാഹു മരണത്തിന്റെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പെടുന്നതിന് കാവൽ ചോദിക്കുന്നു. ഇത് ഞങ്ങൾ നിത്യമായി അള്ളാഹുവിനെ കാവൽ ചോദിക്കുന്ന കാര്യമാണ്. കാരണം ഒരാൾ വിജയിയാണോ ഭാഗ്യവാനാണോ തിരിച്ചറിയത് മരണസമയത്താണ്, ജീവിതം മാത്രം നോക്കിയിട്ടില്ല. അവിടെ ബുദ്ധിമാന്റെ ചിന്ത മുഴുവൻ ജീവിതം എങ്ങനെ നന്നാക്കും, ജീവിതം എങ്ങനെ ഭംഗിയാക്കും, ജീവിതം എങ്ങനെ ഐശ്വര്യമാക്കും, ഇത് മാത്രമല്ല. ബുദ്ധിമാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവനെ ചിന്താകുലനാക്കുന്നതിന്റെ മരണം എങ്ങനെ നന്നാക്കും. കാരണം മരണം നന്നായാൽ അവൻ്റെ ജീവിതം ജീവിച്ചു, അവൻ ഭാഗ്യവാനാണ്. ഒരാൾ ഭാഗ്യവാനാണോ പരാജിതനാണ് തിരിച്ചിന്ന് അപ്പറയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മകൻ പറയുമായിരുന്നു, വാപ്പ പറയുമായിരുന്നു, മോനെ ശത്രുക്കളോട് പറഞ്ഞേക്കിൻ ബൈനനാ വബൈനകും യൗമുൽ ജനായിസ്, ആരാണ് ഭാഗ്യവാന്മാർ, ആരാണ് സത്യത്തിലുള്ളതെന്ന് തിരിച്ചറിയുന്ന സമയം മരണത്തിന്റെ സമയമാണ്. ജനാസ എടുക്കുമ്പോൾ അറിയാം ആരാണ് ഭാഗ്യവാൻ. ബൈനനാ വബൈനകും യൗമുൽ ജനായിസ്, ജനാസകൾ കിടക്കുമ്പോൾ അറിയാൻ സാധിക്കും ആരാണ് ഭാഗ്യവാൻ. അവിടെ ബുദ്ധിമാന്റെ ചിന്ത മുഴുവൻ അതിനെക്കുറിച്ചായിരുന്നു. നമ്മുടെ മുൻഗാമികൾ അവർ ബുദ്ധിമാന്മാരായിരുന്നു, അവരുടെ ചിന്ത അതിനെക്കുറിച്ചായിരുന്നു. മരണം എങ്ങനെ നന്നായി, അവിടെ അവരുടെ മരണം നന്നായി. അവർ നമ്മളിന്ന് ജീവിതം നന്നാക്കുന്നതിനെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ മരണം നന്നാക്കാൻ ചിന്തിച്ചു. മുജാഹിദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം ഒരു മുഫസ്സിറാണ്. അദ്ദേഹം മരണപ്പെടുന്ന സുജൂദിൽ കിടക്കുമ്പോഴാണ്. ഇമാം മുഹമ്മദ് ബിൻ സലമ റഹ്മത്തുള്ളാഹി അലൈഹി മുഹദ്ദിസാൻ അദ്ദേഹം മരണപ്പെടുന്ന നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ഇബ്നു അബി സർഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കും സൂറത്തുൽ റകഅത്തിൽ സൂറത്തുൽ ആദിയ രോഗിയാണ്. സുബഹിയുടെ സമയമായി. ഖാദിമിനോട് ചോദിച്ചു പ്രഭാതമായോ? ഇല്ല. വീണ്ടും ചോദിച്ചു പ്രഭാതമായോ? അത് അടുക്കുന്നു. അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ മരണം സുബഹിയുടെ അമലിലായിരിക്കൊണ്ട് മരണമാക്കണേ. സുബഹി നമസ്കരിച്ചു. ആദ്യത്തെ റകഅത്തിൽ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി. രണ്ടാമത്തെ റകഅത്തിൽ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി. അദ്ദേഹത്തിൽ ഇരുന്നു. ആദ്യത്തെ സലാം പൂർത്തീകരിച്ചു. രണ്ടാമത്തെ സലാമിന് മുമ്പ് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയി. നീതതൻ സവിയ, നല്ല മരണം, നമസ്കാരത്തിൽ മരണപ്പെട്ടു. ലൈസ് ബിൻ സഅദ് റഹിമഹുല്ലാഹ് ഖുർആൻ മടിയിൽ വെച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവസരം അല്ലാഹുവിലേക്ക് യാത്രയായി. ആമിർ ബിൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റഹിമഹുല്ലാഹ് രോഗിയായിരുന്നു. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടു. വീട്ടുകാരോട് പറഞ്ഞു, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോയി, നിങ്ങൾ ഇന്നൊക്കെ അടിയിലും രോഗിയാണ്, പോകേണ്ട ആവശ്യമില്ല, ഉദറുണ്ട്, കാരണമുണ്ട്. ഇല്ല, അള്ളാഹുവിന്റെ വിളിയാളൻ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകാതിരിക്കും. അദ്ദേഹത്തെ കൊണ്ടുപോയി നിസ്കരിച്ചു. ആദ്യത്തെ റകഅത്തിൽ സുജൂദിലായിരിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ കിടന്നത് അള്ളാഹുവിലേക്ക് യാത്രയായി. നീതതൻ സവിയ, നല്ല മരണം, രാജകീയമായ മരണം. ജീവിതത്തെക്കാൾ പ്രൗഢമാകേണ്ടത് മരണമാണ്. ജീവിതത്തെക്കാൾ രാജകീയമാകേണ്ടത് മരണമാണ്. അവിടെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഐശതൻ നഖിയ, അല്ലാഹു എനിക്ക് വൃത്തിയുള്ള ഐശ്വര്യമുള്ള ജീവിതം ദുനിയാവിൽ തരണം. അത് മാത്രം പോരാ, അതുകൊണ്ട് മാത്രമായില്ല. വമീതതൻ സവിയ, അല്ലാഹു എനിക്ക് നല്ല മരണം നൽകണേ. മൂന്നാമത് തങ്ങൾ ചോദിച്ചു, വമറദ്ദൻ ഗൈറ മുഖ്സിൻ വലാ ഫാദിഹ്, അല്ലാഹുവേ നിന്നിലേക്കുള്ള മടക്കം നാളെ മഹ്ശറയിൽ നിന്ദതയില്ലാത്ത, നാണക്കേടില്ലാത്ത, എളിപ്പനാകാത്തൊരു മടക്കം, അതും നൽകണേ. അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാനാണ്, അന്ന് എളിപ്പനാകരുത്.
ഇന്ന് നമ്മൾ നിന്ദത എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് മനുഷ്യർക്ക് മുന്നിലുള്ള നിന്ദതയെ വലുതായി കാണും. താൽക്കാലികമാണ്. നിന്ദ്യനായ മനുഷ്യൻ നാളെ ഇസ്സത്തിലാകാം. ഇവിടുത്തെ വലിയ ഇസ്സത്ത് ലഭിച്ച മനുഷ്യൻ നാളെ നിന്ദ്യനാകാം. യഥാർത്ഥ നിന്ദതയും യഥാർത്ഥ അന്തസ്സും നാളെ മഹ്ശറയിലാണ്. എത്ര ഭാഗ്യവാന്മാർ നാളെ മഹ്ശറയിൽ അവർ ഇസ്സത്തോടെ കടന്നു വരും. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് അങ്ങനെയുള്ള ആളുകളെ കുറിച്ചുള്ള പറയുന്നു. ചില ഭാഗ്യവാന്മാർ അവർ മഹ്ശറയിൽ വരുമ്പോൾ പ്രസന്ന മുഖം, ചിരിക്കുന്ന മുഖം, സന്തോഷത്തിന്റെ അടയാളങ്ങൾ. ചില ഭാഗ്യവാന്മാർ അവർ മഹ്ശറയിൽ ബഹുമാനിക്കപ്പെടും, ആദരിക്കപ്പെടും. അവർ വിളിക്കും ഐനൽ മുത്തഖൂൻ, ഐന അഹ്ലുല്ലാഹി വഖാസ, ഐനൽ മുതഹബ്ബൂന ലിജലാലില്ലാഹ്, ഐന സ്വായിമൂൻ. ആളെ വിളിക്കും, ക്ഷണിക്കും മഹ്ശറയിൽ മനുഷ്യർക്ക് മുന്നിൽ. എവിടെയാണ് മുത്തഖീങ്ങൾ? എവിടെയാണ് ഉലമാക്കൾ? എവിടെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടവർ? എവിടെയാണ് ഖുർആനിന്റെ ആളുകൾ? എത്ര ബഹുമാനമാണ്! മുഴുവൻ കോടിക്കണക്കിന് മനുഷ്യർക്ക് മുന്നിൽ ബഹുമാനിച്ച് വിളിക്കപ്പെടുകയാണ്, സ്വീകരിക്കപ്പെടും. ഖുർത്തുബി അദ്ദേഹത്തിന്റെ തസ്കിറയിൽ ഒരു മുഅ്മിൻ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് എഴുതുന്നുണ്ട്. ഒരു മുഅ്മിൻ ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ, മഹ്ശറിലേക്ക് പുറപ്പെടുമ്പോൾ സുന്ദരനായ സുഗന്ധപൂരിതനായ ഒരു യുവാവിനെ കണ്ടു. ഖബറിന് വെളിയിൽ യുവാവ് ചോദിക്കും, ഹൽ തഅരിഫുനി, നീ അറിയുമോ ഞാൻ ആരാണ്? മുഅ്മിൻ പറയും, അറിയില്ല, പക്ഷെ നിന്റെ സുഗന്ധം, നിന്റെ സൗന്ദര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ആ യുവാവ് പറയും, അന അമലുക സ്വാലിഹ്, അന അമലുക സ്വാലിഹ്, നീ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. അവരിൽ നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. സ്വീകരിച്ച് ആനയിച്ച് ബഹുമാനിച്ച് കൊണ്ടുപോകും. ദുആ ചെയ്ത് ഇതിനു വേണ്ടിയാണ്. ഇലിബ്ബതയില്ലാത്ത, നിന്ദതയില്ലാത്ത മഹ്ശറയിലേക്കുള്ള മടക്കം. കാരണം ചിലർ മഹ്ശറയിലേക്ക് മടങ്ങുന്നത് എളിബരായിട്ടായിരിക്കും. ഉജൂഹുൻ യൗമഇദിൻ ഖാശിഅ, ഉജൂഹുൻ യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ യൗമ തസ്വദ്ദു ഉജൂഹ്. ചിലർ നാളെ മഹ്ശറയിലേക്ക് വരുന്നത് ഇളിബരായി, നിന്ദരായി, തലകുനിച്ചവരായി. വലൗ തറാ ഇദിൽ മുജ്രിമൂൻ നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. നിന്ദത കാരണം തല ഉയർത്താൻ സാധിക്കാതെ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിൽ നാളെ മഹ്ശറയിൽ വരും. ഹദീസിൽ വരുന്നുണ്ട്, ചിലർ മഹ്ശറയിലേക്ക് വരുന്നത് തലയുടെ മേൽ നടന്നുകൊണ്ടായിരിക്കും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, എങ്ങനെയാ തല കൊണ്ട് നടക്കുക? നബി തങ്ങൾ പറഞ്ഞു, കാലുകൊണ്ട് നടത്താൻ കഴിവുള്ള അല്ലാഹു മനുഷ്യനെ തലയുടെ മേൽ നടത്താൻ കഴിവുള്ളവനാണ്. എത്ര നിന്ദതയാണ്! അല്ലാമ ഇഖ്ബാലിന്റെ വചനമുണ്ട്. അദ്ദേഹം നബിയോടുള്ള പ്രേമത്തിൽ പറഞ്ഞതാണ്, നാം ആഗ്രഹിക്കേണ്ട കാര്യമല്ല. അദ്ദേഹം പറയുമായിരുന്നു, നാളെ മഹ്ശറയിൽ അല്ലാഹു തആല എനിക്ക് 2 അവസരങ്ങൾ നൽകിയാൽ, ഒന്നെങ്കിൽ അല്ലാമ ഇഖ്ബാലിനോട്, ഇഖ്ബാലെ, നിന്നെ ഞാൻ നരകത്തിലേക്ക് അയക്കും, അല്ലെങ്കിൽ നിന്റെ മുഴുവൻ തിന്മകളെ ഈ മഹ്ശറയിൽ വെളിപ്പെടുത്തും. ഈ 2 കാര്യത്തിൽ ഏതാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അല്ലാഹു എന്നെ നരകത്തിലേക്ക് അയച്ചു കൊള്ളിൻ, പക്ഷേ ഈ മഹ്ശറയിൽ എൻ്റെ തിന്മകളെ നീ പരസ്യപ്പെടുത്തരുത്. എൻ്റെ ഹബീബായ, എൻ്റെ കരളിലെ കഷ്ടമായ തങ്ങളും മഹ്ശറയിലുണ്ട്. നബിയുടെ ഉമ്മത്തിൽപ്പെട്ട എൻ്റെ തിന്മ കണ്ടാൽ എൻ്റെ ഹബീബിന്റെ ഹൃദയം വേദനിക്കാൻ ഞാൻ കാരണമാകും. അതുകൊണ്ട് എൻ്റെ തിന്മയുടെ നീ വെളിപ്പെടുത്തരുത്. എത്ര നിന്ദതയാണ്! നിബിതങ്ങളുടെ മുന്നിൽ, സഹാബത്തിന്റെ മുന്നിൽ, മാതാപിതാക്കൾക്ക് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ നമ്മുടെ തിന്മകളെ വെളിപ്പെടുത്തുക. അതുകൊണ്ട് നിബിതങ്ങൾ അല്ലാഹു കാവൽ ചോദിച്ചു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈശതൻ നഖിയ്യ. അല്ലാഹ്, നിന്നോട് ഞാൻ പരിശുദ്ധമായ ഒരു വൃത്തിയുള്ള, സൗന്ദര്യമുള്ള ദുനിയാവിന്റെ ജീവിതം ചോദിക്കുന്നു. അത് മാത്രം എനിക്ക് പോരാ. വമീതതൻ സവിയ്യ, എനിക്ക് നല്ല മരണവും വേണം. അത് മാത്രം പോരാ. വമറദ്ദൻ ഗൈറ മുഖ്സിൻ വലാ ഫാദിഹ്. അല്ലാഹു, നിന്റെ അടുക്കലേക്കുള്ള മടക്കം അതും രാജകീയമാക്കണം. ബഹുമാനത്തോടെ, ആദരവോടെ, നിന്ദതയില്ലാതെ എനിക്ക് നിന്നിലേക്ക് മടങ്ങാൻ സാധിക്കണം. ഇതെല്ലാം സാധിക്കണമെങ്കിൽ ജീവിതം നന്നാകണം. കമാ തഈശൂന തമൂതൂൻ വകമാ തമൂതൂന തുബഅസൂൻ. ആരുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയാണ് മനുഷ്യന്റെ മരണവും അങ്ങോട്ടുള്ള യാത്രയും. ജീവിതം മോശമായാൽ മരണവും മോശമാകും. അതുകൊണ്ട് ദുനിയാവ് നന്നാക്കാനുള്ള വഴി, നാളെ ആഖിറത്ത് നന്നാക്കാനുള്ള വഴി ജീവിതത്തിൽ ദീൻ കൊണ്ടുവരലാണ്, അമലുകൾ കൊണ്ടുവരൽ. എത്ര ഭാഗ്യവാനാണ്! ജീവിതവും നന്നായി, ദുനിയാവും നന്നായി, മരണവും നന്നായി, മടക്കവും നന്നായി. അതുകൊണ്ട് അതൊരു പരിശ്രമത്തിലൂടെ, ഒരു അധ്വാനത്തിലൂടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, ഒരു ബുദ്ധിമാൻ കൊണ്ടുവരേണ്ട കാര്യമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.